ഹലോ ഗെയ്സ്, അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് ഇവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ്. സോ അങ്ങനെ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഒരു കോളേജ് വ്ളോഗ് ചെയ്തിട്ട് ഏകദേശം ടൂറിന് ശേഷം ഇപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയത്. ഇതിൻ്റെ ഇടയിൽ കുറേ ഷോർട്സ് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും. സോ ഇന്ന് നമ്മുടെ കോളേജിൽ ചെറിയൊരു പരിപാടി നടക്കുകയാണ്. അതായത് തിങ്കളാഴ്ച, ഇന്ന് വെള്ളിയാണ്, തിങ്കളാഴ്ച സയൻസ് ഫെസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ദിവസം പരിപാടി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതായത് കുറച്ച് ചാർട്ട് തയ്യാറാക്കുന്ന സെൽഫി പോയിന്റും പിന്നെ അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ പരിപാടി, അത്രേ തന്നെ. അതാണ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ സോളജി പിള്ളേർ നേരത്തെ ഒരാഴ്ച മുമ്പേ പരിപാടി തുടങ്ങി. നമുക്ക് ഒരു ദിവസം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മുടെ ഈ ബ്ലോഗിൽ കാണാനായിട്ട് പോകണം. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിൽ പോകണം. ഇപ്പം തന്നെ 9:30 കോളേജിൽ ഓപ്പൺ ചെയ്യണത്. അപ്പോൾ 9:40 ആകുമ്പോൾ കോളേജിൽ ഞാൻ എത്തും. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഒരു 10 മിനിറ്റിനകത്ത് മതി കോളേജ് കയറാനായിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. പണിയെടുക്കാൻ ഇവനെ പോയിട്ട് വേറെ ആരുമില്ല ഗൈസ്. ആദ്യത്തിനാണ് ഗൈസ്. കർട്ടനാണ് കേട്ടോ അതിൻ്റെ അത്. നിങ്ങൾ പണിയെടുക്കാൻ തന്നെ പറഞ്ഞത് വേലക്കാരി നിന്നെ എന്താ ലോഡ്ജിന്ന് പിടിച്ച ഏത് വ്ളോഗ് എടുത്താലും. ഗൈസ്, നമ്മൾ പ്രൊജക്ടർ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ സാറ് എന്തോ ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയ സമയത്ത് ഇതായിപ്പോൾ എൻ്റെ ബ്ലോഗൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈന അവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്. ബെൽ ബട്ടൺ അടിച്ച് ഓണാക്കി ഗൈസ്. ബെൽ ബട്ടൺ അടിച്ചിട്ടില്ല. മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ലല്ലോ. പിന്നെ ക്വാളിറ്റിയില്ല, അത് ഇതിൽ കൂട്ട് ഗൈസ്. ചത്തിക്കിട്ട് അയ്യോ, എല്ലാ വീഡിയോയിലും ഉണ്ട് ഈ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് എക്സിബിഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് വന്നു. ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ഫ്ലെക്സ് ചെയ്യണം. അതുകൊണ്ട് ഇതിവിടെ വന്നിരിക്കുകയാണ് കോളേജിൻ്റെ ഫ്രണ്ടിൽ. ഇവർ റിക്വസ്റ്റ് ചോദിച്ചു ഗൈസ്, സെക്യൂരിറ്റി അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി അത് റിക്വസ്റ്റ് വാങ്ങി ചെയ്ത് കൊടുത്തിട്ട് നേരെ ഫ്ലെക്സ് അടിക്കാൻ പോകണം ഗൈസ്. അങ്ങനെ റിക്വസ്റ്റ് കിട്ടി. ഇനി നമുക്ക് അവിടെ സെക്യൂരിറ്റിയിലൂടെ കൊണ്ടുകൊടുക്കണം ഗൈസ്. അങ്ങനെ ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞ് ഇനി കുറച്ച് നേരം കഴിയും. 2 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. ഒത്തിരി കോളേജില്ല ഗൈസ്. ഓരോ പരിപാടിയായിട്ട് ഓരോരുത്തർ തിരക്കാണ്. നമ്മളിപ്പം കുറച്ച് ആക്ടിവിറ്റി സയൻസ് കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സയൻസ് ഒക്കെയാണ് അതാണ് അടുത്ത പരിപാടി ഗൈസ്. ഇവിടെ ഒരു പോണ്ടുണ്ട്, അവിടെ നമുക്ക് കിട്ടിയില്ല സാധനം. ഏത് അക്വാറ്റിക് പ്ലാന്റ്സ്, വെള്ളം പറ്റി തവളയും പറ്റി കിടക്കും. ഈ നേരെ അങ്ങോട്ട് പോവാം ക്ലാസ്സിലോട്ട്. നീ അടച്ചല്ലേ? ഓഹോ, എന്തോ പരിപാടിയാണ്. പണിയെടുക്കുന്ന പയ്യന്മാരെ നമുക്ക് ഇവിടെ കാണാം. ഒന്നും ചെയ്യാത്തത് വൈകും കറയും കൊണ്ട്. ഓ ഓ കണ്ടില്ലേ ഗൈസ്, അക്യൂറിയുണ്ട്, ഓരോ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പെട്ടെന്ന് പോയി ഫ്ലക്സും പിന്നെ പോസ്റ്ററും അടിച്ചു ഗൈസ്. ഇതാണ് ഫ്ലക്സ്, അതായത് പറക്കും തളിക സിനിമയിലെ ഒരു ഇതാണ് എടുത്തേക്കണേ. ഇനി കുറേ പൂക്കൾ ഇലകൾ കൊണ്ട് നമ്മളിത് അലങ്കരിക്കും. സെൽഫി പോയിൻ്റാണ് കേട്ടോ ഇത്. താമരാശം പിള്ള.
ഗൈസ് ഇതൊക്കെ PG ചേച്ചിമാരൊക്കെ ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ തെനയൊക്കെ പാവിട്ടീം. സമയം കണ്ടോ കാടക്കളി വരുന്നുണ്ടല്ലോ അന്ന്. ഓരോ പരിപാടിയായിട്ട് ഓരോ തിരക്കിലാണ്. ഇപ്പം തന്നെ 4-5 മണിയാവാൻ പോവുകയാണ്. അകത്ത് ഓരോ പരിപാടിയായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ചിലപ്പോൾ നാളെ വരേണ്ടി വരും. അയ്യോ കണ്ടില്ലേ കേസ് ഒന്നും ആയില്ല. എല്ലാവരും ഓരോ വാക്കിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പരിപാടി കുറച്ച് കംപ്ലീറ്റ് ആക്കി. അതായത് 5-9 ആയപ്പം പരിപാടി മറ്റിപ്പോൾ കോളേജിൽ ആരുമില്ല. എല്ലാവരും ഇത്രയും പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. ഇനി നാളെ നമുക്ക് വരണം. അതും ഈ ബ്ലോഗിൽ തന്നെ എന്തായാലും ഉണ്ടാവും. ഗൈസ് അങ്ങനെ കോളേജിൽ വന്നു. കോളേജിൽ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. അതായത് ലാബിൽ കുറച്ച് പരിപാടിയൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇത് വള്ളി വെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒലട്ടി ഓക്കെ എടുക്കാം. വള്ളി കുത്തി ഇറങ്ങിയാണ് ഗൈസ്. ഉപയോഗിക്കണം വള്ളി. അവിടെ ഉണ്ട് ഗൈസ് വള്ളി. കൊച്ചു കൊച്ചു പൂക്കളൊക്കെ നമുക്ക് വെച്ച് താമര പിള്ളേ സെറ്റാക്കാം. വള്ളി തുടങ്ങിയാണ്. വേറെ ഇവിടെ ഒരു ചെറിയൊരു വാഴയിക്കുന്നു. അത് നമുക്ക് എടുക്കണം. കണ്ട പിന്നെ ചേമ്പല അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. കൊല കിട്ടിയാൽ വള്ളി കുറച്ചൊപ്പിച്ച് ക്യാമറ ഓഫാക്കി ഇപ്പം അവൻ ജോലി നിർത്തും. കേട്ടില്ല, കേൾക്കാത്ത പോലെ ഇരിക്കാതെ. നല്ല ജോലി. ഓ ഗൈസ് ഇത് അക്ഷയ ഉണ്ടാക്കിയതാണ്. ഇത് മാത്രമേ വന്നിട്ട് ചെയ്ത് ഗൈസ്. പണിയെടുക്കുന്നു ഗൈസ്. ഞാൻ ഓൺലൈനായിട്ട് പണിയെടുത്തായിരുന്നു. ഓ ഓൺലൈൻ വഴി പണിയാണ്. അത് പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കും ഗൈസ്. അങ്ങനെ ബിരിയാണി വാങ്ങിച്ച് ചോറ് വാങ്ങി. ഇനി കഴിക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ താമരേശൻ പിള്ള. ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഈ പൂക്കൾ എടുത്ത് കളയും. പൂവല്ലേ ഇല എടുത്ത് കളയും ഗൈസ്. ഇവ എടുത്ത് വെച്ചതാണ്. ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഫസ്റ്റ് ഇയറിലെ 2-3 പിള്ളേർ വന്ന് ചോദിച്ചു ഇതാരും വെച്ചത് ഏത് മണ്ണ വെച്ചതെന്ന് ചോദിച്ചു. ഞാനല്ല, ഞാൻ വയ്ക്കാൻ പറഞ്ഞ ഈ ബോർഡർ വയ്ക്കാന്നാണ്. പക്ഷെ അത് നടന്നില്ല. ഇനി തിങ്കളാഴ്ച ആകുമ്പോൾ ഇവിടെ ഫുള്ള് കുറേ സാധനങ്ങൾ വരും ഗൈസ്. അതൊക്കെ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ 2 കാർഡ് പറക്കി വെച്ചിട്ടുണ്ട്. അത് കൊള്ളൂല്ലല്ലോ, എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇത് സെക്കൻഡ് കേസിലെ 2 പിള്ളേർ ചെയ്തതാണ്. ഇല്ല ഇല്ല കണ്ട ഗൈസ്. ആ 2 പേർ ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ അത് ബോർഡ് വൃത്തിയാക്കി കൊടുത്താൽ അതിൽ കാര്യമില്ല. ഇത് എഴുതിയെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കോർണറിൽ ഒരു ഡിഷ് ഉണ്ട് ഗൈസ്. ഇവിടെയുണ്ട്. കൊള്ളാം. ഇലയും കൊണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ച് തട്ടിക്കഴിക്കാം. ഇത് നിങ്ങൾക്ക്, ഇത് നമുക്ക്. ഇവരും നോയമ്പാണ് ഗൈസ്. അതുകൊണ്ട് ഇവരെടുക്കണില്ല. എന്തേടേ തട്ട് ബിരിയാണി സദ്യ കുട്ടേട്ടാ. അച്ചാർ വേണോ? അച്ചാർ സലാഡ് വേണോ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ വിചാരിച്ചൊരു കാര്യം കൂടെയാണ് ഇലയിൽ എല്ലാം കൂടെ വെച്ച് തട്ടി കഴിക്കണമെന്ന്. അത് നടന്നില്ല. പക്ഷെ ഇതേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. ചിക്കൻ പീസ് കുറവാടായി. കഴിക്ക് ബ്രോ. ആ പപ്പടം ഇങ്ങോട്ട് ഇവിടെ
തുടങ്ങാം. പച്ച കളറാ. അപ്പൊ മനുഷ്യത്വം കാണിക്കുന്നു. ഗൈസ് ഞാൻ തിന്നിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് പീസ് കിട്ടുക. കുറച്ചു നേരം തിരക്കായിരുന്നു. അതായത് ഈ ഒരു ചെറിയൊരു സ്റ്റോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അതായത് ഒരു തട്ടുകട ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം. തട്ടുകട ആയിട്ടല്ല, ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മണ്ടലിനി ഓല മടഞ്ഞിടും. അപ്പം ഒരുവിധ ലുക്ക് കാണും. ഇപ്പം വീഡിയോയിൽ ഒന്നും കാണാനില്ലെന്ന് അറിയാം. അപ്പം ഇവിടെ ഇത്രയും ഫുഡ് സ്റ്റോളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് വേണം. പിന്നെ ഇവിടെ എൻ്റെ ഫ്രെയിംസിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോള്, ഫ്രെയിംസും ഹന്നയും. ഒരു ഫസ്റ്റ് സെക്കൻഡ് ഇയറിലൊരു കുട്ടിയുണ്ട്, അവളെ കൊടുക്കാം. അതുകൊണ്ട് അവൾ ഇവിടെ ഇരുന്നു. പിന്നെ ഇതൊക്കെ PG ക്ലാസ് റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പിന്നെ കാണാനായിട്ട് പറ്റും. ഇതൊന്നും വിൽക്കാനുള്ളതല്ല. നമ്മളിവിടെ കുരുത്തോല സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സയൻസ് ഫെസ്റ്റ് ആണോ പള്ളിപ്പെരുന്നാളോ ആണെന്ന് ചോദിക്കല്ലേ. കണ്ടില്ലേ, ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ. അയ്യോ, ഇനി മഴയൊക്കെ കാണുമെന്ന് അറിഞ്ഞില്ല ഗൈസ്. ഇനി നമ്മളെ കോളേജിൽ എൻ്റെ ആവാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്തൊരു ഇഷാൻ്റെ തട്ടുകട അല്ലേടാ, അതങ്ങനെയൊന്നുമില്ല. എങ്ങനെയുണ്ട് ഗൈസ്? മണിക്കുട്ടി സ്വന്തമായിട്ട് പിടികളിയാ, സ്വന്തമായിട്ട് പിടിക്കേ രണ്ടളിയാ. അതും ഇരിക്കട്ടെ ഏട്ടാ, അതും ഇരിക്കട്ടെ ഒന്ന്. ഇത് കട്ട് ചെയ്ത് അതിന്റെ കറവി തന്നെ എടുത്തിരുന്നെങ്കിൽ നൈസായിരിക്കുമായിരുന്നു ഏട്ടാ. പിന്നെ ഈ കോർണർ ഒരു ചെറിയൊരു വൃത്തികേടായിട്ടുള്ളൂ, ബാക്കി കുഴപ്പമൊന്നുമില്ല. ഗൈസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് എങ്ങനെ കാണിച്ചു തരുവാനോ? ഒന്നുമില്ലെന്ന് തോന്നുന്നു. ലിപ്പിളക്കി ഇല്ല, അല്ല അടിക്കാൻ തോന്നുന്നു. ഇളക്കിട്ടടി കളിയാ, കയ്യിലെടുത്തിട്ട് അടി പുലിക്ക്. ഇവ ഒരു ദിവസം എടുത്ത് അടിച്ചടിയാ. ഇവ തന്നെ ഇവിടെ ഫുള്ളായി. മായി സാർ കണ്ടത്. അത് പോകില്ല, അവിടെ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. ഇരുന്ന പോലെ ഇരിക്കട്ടോ. ഇത് നമുക്ക് അടിച്ചടിയാ, നമുക്ക് ട്രോൾ ക്ലിപ്പ് ഉണ്ടാക്കാം.